ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഞാൻ എല്ലാ ക്യാറ്റ് ലവേഴ്സിനും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു തീം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിയേഷൻസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഈ ഒരു ക്രിയേഷനെ കണ്ടാൽ മതി. അപ്പോൾ ഇത്തവണ നമ്മളൊരു ക്യാറ്റ് ലവിങ് ഒരു ലേഡീനെയാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയങ്ങളായ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത്തവണ നമ്മൾ ഈ ഒരു സ്കൾപ്ചറിൻ്റെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു ലിഡാണ് കേട്ടോ. ഇതൊരു സാധാരണ ഒരു ബോട്ടിലിൻ്റെ ഒരു പ്ലാസ്റ്റിക് ലിഡാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുന്നു. ഇത്തവണ നമ്മൾ ഉപയോഗിക്കുന്നത് കോൾഡ് പോഴ്സലീൻ ക്ലേ ആണ്. ഞാൻ കോൾഡ് പോഴ്സലീൻ എന്ന് പറയുമ്പോൾ ചിലർക്കത് എന്താണെന്ന് പെട്ടെന്ന് പിടിയിട്ടില്ല പറഞ്ഞു. അതുകൊണ്ട് ഇത് കോൾഡ് പോഴ്സലീൻ അങ്ങനെയാണ് കേട്ടോ. ക്ലേയുടെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ റെഫറൻസ് വീഡിയോസിൻ്റെയും ലിങ്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിലും അങ്ങനെ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. വീഡിയോസ് എല്ലാം തന്നെ റെഫറൻസ് വീഡിയോസ് എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇരിപ്പിടം ബോർഡിൽ ഇതൊരു വലിയൊരു ചെയർ മാതിരി അങ്ങനെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കില്ല. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കല്ലായിട്ട് സങ്കല്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റിംഗ് പ്ലേസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാം കേട്ടോ. അതിന് വലിയ പ്രത്യേകിച്ച് ഞാനൊരു മീനിങ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് പതുക്കെ ബോഡി സ്കൾപ്റ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ ആ ഒരു ഇരിപ്പിടം ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അവിടെ തന്നെ വെച്ച് ഉണക്കിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പൊസിഷൻ മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. എങ്ങനെയാണോ അതിൻ്റെ ബോഡിയുടെ ആ ഒരു അനാട്ടമി വരുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം കാലുകളാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ഓഡ് ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. കാരണം സാധാരണ സ്കൾപ്റ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ പല രീതിയിലാണ് ചെയ്യുക. അവർ അതിൻ്റെ സിസ്റ്റമാറ്റിക്കൽ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയോ സയൻറ്റിഫിക് രീതിയോ എനിക്കറിയില്ല. സോ അതുകൊണ്ട് എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ഞാൻ ചെയ്യാറ്. ആക്ച്വലി ഞാൻ ചെയ്താണ് ഓരോന്ന് പഠിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക തോന്നുന്നു. എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എനിക്കറിയേണ്ട രീതിയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു കാലം ഞാൻ സ്കൾപ്റ്റ് ചെയ്ത് കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് കാലുകളും ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് അപ്പർ ബോഡിയാണ് സ്കൾപ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ സിറ്റിംഗ് പൊസിഷനിലായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ബെൻഡും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈകൾ വെച്ചിട്ട് തന്നെ സ്കൾപ്റ്റ് ചെയ്യാം. ഞാൻ കൂടുതലും ടൂൾസ് ഉപയോഗിക്കുന്ന ഒരാളല്ല. ഒരുപാട് ടൂൾസൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ടൂൾസേ ഉള്ളൂ. പലതരം ടൂൾസൊക്കെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കൂടുതലും കൈകൾ കൊണ്ട് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ടൂൾസൊക്കെ വാങ്ങിക്കാതെയും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ആദ്യമേ സ്കൾപ്റ്റിംഗ് ചെയ്ത് നോക്കിയപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ ടൂൾസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ആ രീതി പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ ടൂൾസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അപ്പർ ബോഡിയും അതുപോലെ കാലുകളും ഇവിടെ സ്കൾപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാലുകൾ കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചെരുപ്പും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കാലുകൾ ഉണങ്ങുക എന്ന് പറയുമ്പോൾ ഏകദേശം ആ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് പോകാത്തത്രയെങ്കിലും ഒരു സെമി ഡ്രൈ ആകുമ്പോഴാണ് നമ്മളിത് എടുത്ത് ചെയ്യേണ്ടത്. എന്നാൽ കാലുകൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവുകയും വേണം. കാരണം നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് ഇരിക്കുന്ന പൊസിഷനിലേക്ക് ആക്കണം. സാധാരണ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ പാർട്സായിട്ട് ചെയ്തില്ലെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് തന്നെയാണ് സ്കൾപ്റ്റ് ചെയ്ത് പോവുക. പക്ഷെ നമ്മളിത് എൻ്റെ ഒരു കൺവീനിയൻസോ അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മയൊക്കെ കൊണ്ട് ഞാൻ ഈ രീതിക്കാണ് ചെയ്യാറ്. കാരണം എനിക്കിതാണ് ചെയ്ത് വഴക്കം ഇതാണ്. അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ അല്ലാത്ത രീതിയിലും സ്കൾപ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാകുമ്പോൾ അതിൻ്റെ ഓരോ പാർട്സും ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഒരു രീതിയായി പോയി. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് അപ്പർ ബോഡി ആയിട്ട് കാലുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടുക്ക് കുറച്ച് ക്ലേ വെച്ചിട്ടാണ്, ക്ലേയും കുറച്ച് ഗ്ലൂവും കുറച്ച് വൈറ്റ് ഗ്ലൂവും കൂടെ വെച്ചിട്ടാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ സിറ്റിംഗ് പൊസിഷനിൽ ആ ഒരു ബോഡി ഇരിക്കേണ്ടത് അതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇനിയിപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ ആയാലും കുഴപ്പമില്ല. ആ രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്.
ഇപ്പം ഞാൻ ഇത്രയും ബ്ലൂ കളറേ മിക്സ് ചെയ്തിട്ടുള്ളൂ ക്ലേയുടെ കൂടെ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഡാർക്കറായിട്ടുള്ള ബ്ലൂ ആയിട്ടായിരിക്കും എനിക്ക് കിട്ടുക കേട്ടോ. ഇതിൻ്റെ ഒരു 2 ഡിഗ്രി കൂടെ കൂടിയ ഡാർക്കറായിട്ടുള്ള ബ്ലൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫിറ്റ് ആൻഡ് ഫ്ലെയർ മാതിരിയുള്ള ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബലൂൺ സ്ലീവ് മാതിരിയൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ക്ലേ പരത്തിയപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലെയറൊക്കെ കുറച്ചും കൂടെ ഒരു തിക്ക് ഫാബ്രിക്കിൽ ഉണ്ടാക്കിയ ഡ്രസ്സ് മാതിരിയാണ് എൻ്റെ ഡോളിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ലാസ്റ്റ് വന്നപ്പോൾ. പക്ഷേ ആ ഇരിക്കുമ്പോൾ ആ മുട്ടിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ ബെൻഡ് ചെയ്താൽ വെച്ചാൽ ആ ബെൻഡിങ് ഒന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. അത് ഞാൻ ആ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു കുഴപ്പമാണ്. കുറച്ചും കൂടെ ലൈറ്റായിട്ട് ക്ലേ പരത്തി എടുക്കണമായിരുന്നു. പിന്നെ എൻ്റെ ക്ലേ കുറച്ചൊന്ന് ലൂസായി പോയിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. ഇത്തവണ നമ്മൾ ഡോളിനൊരു ഫേസും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചിട്ടുമില്ല. കാരണം കാഴ്ചക്കാർ വരട്ടെ. ഒരു 100 പേര് പോലും എൻ്റെ വീഡിയോ കാണാനില്ല. കാഴ്ചക്കാർ കൂടുന്തോറും ഡീറ്റെയിലിങ്ങും കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ താരമായിട്ടുള്ള പൂച്ചക്കുട്ടിയെ ഉണ്ടാക്കാം. അപ്പോൾ പൂച്ചക്കുട്ടിയെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പിന്നെ പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫേസ് അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്ലിപ്പിംഗ് മിസ്സായിപ്പോയി. ഫോൺ ഇടയ്ക്ക് ഓഫ് ആവുകയൊക്കെ ചെയ്തപ്പോൾ അത് സേവ് ആയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അപ്പം ഞാനിങ്ങനെ ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഡീറ്റെയിലിംഗ് കൂടെ നമ്മുടെ ക്യാറ്റിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പൂച്ചയാണോ വേണ്ടത് അതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള യെല്ലയും വൈറ്റും കൂടെ വരുന്ന രീതിയിലുള്ള പൂച്ചക്കുട്ടിയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സുന്ദരി പൂച്ച നമ്മുടെ വീട്ടിലൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പെറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പക്ഷേ പൂച്ചയും പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തോന്നി. അതിനെപ്പോലെ എക്സാക്റ്റ് ആ ഒരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഏകദേശം അതിനെപ്പോലെ ഇരിക്കുന്ന പോലത്തെ ഒരു പൂച്ചക്കുട്ടിയെ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് വെറുതെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇത് കുഞ്ഞായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ മിനിയേച്ചർ സൈസിലല്ലേ നമ്മൾ ചെയ്യണേ. അതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു കൈകൾ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പൂച്ചയെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ലെഡിഡം ലാപ്പിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് ഈ കൈകൾ കൊണ്ട് അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പോലെയാണ് ആ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈകൾ പിന്നെയാണ് നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമേ കൈകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോവില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പറ്റില്ല നമുക്ക് ആ ഒരു പൊസിഷനിൽ വെക്കാൻ. അതുകൊണ്ട് പൂച്ച ഉണ്ടാക്കി അത് ഏകദേശം ഉണങ്ങി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൈകൾ ഉണ്ടാക്കിയാൽ മതിയാവും. ഇനി നമുക്ക് പൂച്ച ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പോലെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവ്സ് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ബലൂൺ സ്ലീവ് മാതിരി വെക്കണേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ക്ലേ എടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് എടുത്തിട്ട് നമ്മൾ പഫ് സ്ലീവ് വയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വേണ്ടുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബലൂൺ സ്ലീവുമായി കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ആ ഒരു സ്ലീവിന് എടുത്ത ക്ലേയും നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ ഉണങ്ങിയ ഭാഗത്തുള്ള ക്ലേയിൻ്റെയും കളർ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇനിയും കുറച്ചും കൂടെ ഡാർക്ക് ആവാനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കളർ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഡോളിൻ്റെ ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ അവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടിപ്സാണ്. ഇതിന് മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡോളിൻ്റെ ഫേസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ അക്രിലിക് പെയിൻറ്റിന് പകരം സോഫ്റ്റ് പേസ്റ്റൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. അതിനൊരു ഔട്ട്ലൈൻ ആ ഒരു കണ്ണിൻ്റെ അവിടെയൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ പല വീഡിയോസിലും ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 3 ഡോൾസിൻ്റെ ഫേസ് പെയിൻറ്റ് ചെയ്യുന്നത് വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, 3 സ്കിൻ ടോണായിട്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് തന്നെ മതി. പക്ഷേ ഞാൻ ഇങ്ങനെയും കൂടി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് പതുക്കെ ഡോളിൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കളർ ഉണ്ട് കേട്ടോ എൻ്റെ ഡോളിൻ്റെ ഡ്രസ്സിന്. അപ്പോൾ ഇത്രയും ഡീപ്പ് ബ്ലൂ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ കുറച്ച് റെഡും പിങ്കും യെല്ലോയും ഗ്രീനും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ബ്ലൂ ഡ്രസ്സാണ് നമ്മുടെ ഡോള് ഇട്ടിട്ടുള്ളത്.
അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പെയിൻ്റൊക്കെ പറ്റും കേട്ടോ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ. കാരണം ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിൻ്റെയും കൈ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും എന്ന്. കാരണം എപ്പോഴും പെയിൻറ്റോ അല്ലെങ്കിൽ ക്ലേയോ ഒക്കെ പറ്റിയിരിക്കും. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം കൈ ക്ലീൻ ചെയ്താലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. ഇത്തവണ നമ്മൾ ബ്ലാക്ക് ഹെയർ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് കേളി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓരോ സ്ട്രാൻഡും നമ്മൾ ഇങ്ങനെയൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ പല സ്ട്രാൻഡ്സ് ഇതുപോലെ തലയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പുറകിലേക്ക്. ആദ്യം പുറകിലെ ഹെയർ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ ഹെയറും വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ക്രൗൺ ഏരിയയിലുള്ള ഹെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യണ പോലെ ഫ്രണ്ടിലത്തെ കുറച്ച് ഹെയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം പുറകിലത്തെ ഹെയറുമായിട്ട്. ഇല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് മാതിരി ഫോം ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഇങ്ങനെ വിണ്ട് കീറിയ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം ഡീറ്റെയിലിംഗ് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ബ്രൈഡഡ് ആയിട്ട് വയ്ക്കുന്ന പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് സമയക്കുറവ് കൊണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭയങ്കര ഫൈനായിട്ടുള്ള ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ ഒരു സൈഡ് ബാങ്ക്സും കൂടെ കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒരു ക്യൂട്ട് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു കുഞ്ഞി കമ്മൽ, മാല, ബ്രേസ്ലെറ്റ് എല്ലാം ക്ലേ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ട് ഒരു സിൽവർ ഷെയ്ഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റിംഗ് പ്ലേസിൻ്റെ സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഫ്ലവർ വേസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ഒന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ കുട്ടി സാധനങ്ങളുടെ മേക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ പറയും. നമുക്ക് പിന്നീട് ഒരിക്കൽ ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡോളിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇടയിലും ഇതുപോലെ ക്യാറ്റ് ലവേഴ്സ് ഒരുപാട് പേര് കാണൂലേ? അപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് ഈ ലോകത്തുള്ള എല്ലാ ക്യാറ്റ് ലവേഴ്സുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാറ്റ് ലവിങ് ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാറ്റ്സിന് ഇഷ്ടമാണോ അതൊക്കെ കമൻറ്റിൽ പറയുക. അതുപോലെ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers.